സിനിഗ്രാമിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1986 നവോദയ നമ്മുടെ മലയാളത്തിലെ ഒരു ബിഗ് ഫെയിം കുറെ പുതുമുഖങ്ങൾ അവതരിപ്പിച്ചു. സിനിമയുടെ പേര് 1 മുതൽ 0 വരെ. അതിൽ അതുവരെ തിരക്കഥാകൃത്ത് ആയിരുന്ന രഘുനാഥ് പലേരി സാറാണ് സംവിധായകൻ. അവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു പുതിയ സംഗീത സംവിധായകനെ വേണമെന്ന്. അങ്ങനെ അവർ വന്ന് എത്തിപ്പെട്ടത് മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ പിൽക്കാലത്ത് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻ സിത്താരയുടെ അടുത്തായിരുന്നു. പിന്നെയെല്ലാം നമ്മൾ കണ്ടത് കാഴ്ചകളിൽ. ഇന്ന് നമ്മുടെ അതിഥി മോഹൻ സിത്താര സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. സർ, സ്വാഗതം. താങ്ക് യു. 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീതം ചെയ്യുമ്പോൾ എന്തെങ്കിലും സാറ് കരുതിയിരുന്നോ ഇത്രയും കാലം മലയാള സിനിമയിൽ നിലനിൽക്കാൻ പറ്റുമെന്ന്? ഒരിക്കലും വിചാരിച്ചിട്ടല്ല. ഞാൻ ഒരു സംഗീത സംവിധായകൻ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ മറ്റൊരു ചിന്ത ഇവിടെ ഉണ്ടായിരുന്നില്ല. പഠിക്കുക, പിന്നെ അടുത്തത് പഠിക്കുക, ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം പിന്നെ പല മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിച്ചിരുന്നു. അവിടെ തരംഗിണി സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയ കാലം, അതുപോലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തുടങ്ങിയ കാലം. കേരളത്തിൽ ഈ 2 സ്റ്റുഡിയോ ആണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ അവിടേക്കൊക്കെ അവിടുന്ന് സംഗീത സംവിധായകർ വരും. അപ്പോൾ അവർക്ക് അസിസ്റ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ എന്നെയാണ് അവർ വിളിക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, പലർക്കും ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് ഓർക്കസ്ട്രേഷനൊക്കെ ഉണ്ടാക്കി പിന്നെ അതുപോലെ പള്ളിയിൽ കൊയറിന് കമ്പോസ് ചെയ്യായിരുന്നു. പിന്നെ മുസ്ലിം പാട്ടുകൾ കമ്പോസ് ചെയ്യായിരുന്നു, ബാലയ്ക്ക് വരെ കമ്പോസ് ചെയ്യായിരുന്നു, നാടകങ്ങൾ കമ്പോസ് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നത്.